വയനാട് ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. വാളാട് ഇല്ലത്തുമൂലയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചൂരൽമലയിൽ പുന്നപ്പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. ചൂരൽമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂൾ റോഡിലാണ്. പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന ആ വഴിയിലാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഇടമായി ഈ വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തുള്ള പ്രദേശം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് ആ കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് പടവെട്ടിക്കുന്നിൽ നിന്ന് വരുന്ന പുഴയാണ്. ആ പുഴ തെളിനീരായി ഒഴുകുകയാണ്. തൊട്ടപ്പുറത്ത്, അതായത് ഇതിൻ്റെ അപ്പുറത്ത് മുണ്ടക്കയിൽ നിന്നും വരുന്ന ആ മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടി ഒലിച്ച ആ പ്രദേശത്തുകൂടി വരുന്ന മുണ്ടക്കൈ പുഴ, ആ പുഴ നമുക്ക് കാണാൻ കഴിയുന്നു. ആ പുഴ കുത്തി ഒലിച്ച് താഴേക്ക് വരുന്നുണ്ട്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആ പുഴ കടന്നു വരുന്നു. ആ പുഴ നേരെ താഴേക്ക്, ആ പുഴയും ഒപ്പം തന്നെ പടവെട്ടിക്കുന്നിൽ നിന്നുള്ള പുഴയും സംഗമിക്കുന്നത് തൊട്ട് താഴെയാണ്. അതായത് വെള്ളാർമല സ്കൂളിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗത്തായി ആ ഒരു പ്രദേശത്താണ് ഇത് രണ്ട് പുഴയും സംഗമിക്കുന്നത്. ആദ്യം അത്ര കാര്യമായ രീതിയിലുള്ള ഒരു വൻ ഒഴുക്കുള്ള പുഴയായിരുന്നില്ല ഈ പടവെട്ടിക്കുന്നിലെ പുഴ. പക്ഷേ ഉരുൾപൊട്ടലിന് ശേഷം ഇത് കനത്ത രീതിയിൽ തന്നെ ഒഴുകുന്നു. നേരത്തെ ഈ പടവെട്ടിക്കുന്ന് സ്കൂൾ റോഡിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ ഈ റോഡിലൂടെ എല്ലാം തന്നെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എങ്കിൽ ഇപ്പോൾ ആ സ്ഥിതിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം പാറകളെല്ലാം തന്നെ റോഡിൻ്റെ അരികിലായി നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം സുഗമമായി ഒഴുകുന്ന വിധത്തിൽ പാറകൾ പൂർണ്ണമായും മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പുഴ കൃത്യമായ രീതിയിൽ തന്നെ ഒഴുകുന്നു. ഇത് നേരെ ബെയിലി പാലത്തിന് താഴെ നേരെ കടന്നുപോയി തൊട്ട് താഴെ അവിടെയെല്ലാം തന്നെ റോഡിൻ്റെ, അതായത് പുഴയുടെ ഓരത്ത് ഇരുവശങ്ങളിലായി വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന് താഴെ കൂടെ ഒഴുകി നേരെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ചേരുന്നു. അവിടെ നിന്ന് ചാലിയാറാകുന്നു എന്നുള്ളതാണ്. ആ പുഴയാണിത്. നേരത്തെ ഉരുൾപൊട്ടി ഒലിച്ച ആ പുഴ നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നു. ആ പുഴയിൽ മൊത്തം പാറക്കൂട്ടങ്ങൾ അടിഞ്ഞു കിടക്കുന്ന പുഴയാണ്. അത് കലങ്ങി മറിഞ്ഞാണ് അതിൻ്റെ ആ പുഴയുടെ ഒഴുക്ക്. പക്ഷേ ഈ പടവെട്ടിക്കുന്നിൽ നിന്ന് വരുന്ന ആ പുഴ, അതായത് മുകളിൽ ഏലമലക്കാടുകൾ ഉൾപ്പെടെയുണ്ട്, ആ ഭാഗത്ത് നിന്ന് ഒഴുകുന്ന പുഴയാണിത്. ആ പുഴ ഇങ്ങനെ തെളിനീരായി ഇവിടെ നിന്നും ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വയനാട്ടിൽ പൊതുവെ മഴ പല ഭാഗങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. അത് ഇടവിട്ടാണ് പെയ്യുന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. തുടർച്ചയായ ഒരു മഴപ്പെയ്ത്തുണ്ടായാൽ സ്വാഭാവികമായും അത് ആശങ്ക ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രശ്നമാകും. പക്ഷേ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുടെ പശ്ചാത്തലമില്ല. ഏതെങ്കിലും തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളടക്കമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളടക്കമുള്ള തുടങ്ങാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക നിലവിൽ വയനാട്ടിൽ ഇല്ല എന്ന് വേണം പറയാൻ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.